യേശുക്രിസ്തുവിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ദൈവത്തിലുള്ള വിശ്വാസവും ദൈവത്തിലുള്ള പ്രത്യാശയും ഒരിക്കൽ കൂടി ആഴത്തിലേക്ക് കൊണ്ടുപോകാൻ നമ്മെ സഹായിക്കുന്ന ചില ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. മനോധൈര്യം അസ്തമിച്ച് തളർന്നു പോകുന്ന നമ്മുടെ മാനസിക അവസ്ഥകളിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിൽ നമുക്ക് ബലം നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി നമുക്ക് ഈ സമയം അനുഭവിക്കാം. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിൻ്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്ന നമുക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയത്രേ എന്ന് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 18-ാമത്തെ തിരുവചനത്തിലൂടെ നമ്മോട് പറയുന്നു. ദൈവത്തിൻ്റെ ശക്തി നമ്മിലേക്ക് കടന്നു വരുന്ന, ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് കടന്നു വരുന്ന നമ്മുടെ ജീവിതത്തിലെ കുരിശുകളെയും സഹനങ്ങളെയും ഏറ്റവും സന്തോഷത്തോടുകൂടി സ്വീകരിക്കുവാനായിട്ട് ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. ഉത്ഥാനത്തിൻ്റെ ജീവിതത്തിലേക്ക് നമ്മെയും ഈശോ കൈപിടിച്ച് നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ഉത്ഥാനത്തിന് മുമ്പ് ഈശോ കഠിനമായ പീഡകളിലൂടെ, കഠിനമായ വേദനകളിലൂടെ കടന്നു പോകുന്ന അവസ്ഥ നമ്മൾ കാണുന്നുണ്ട്. ഈശോ അനുഭവിച്ച ക്ലേശങ്ങളുടെയും പീഡകളുടെയും ഒരു പങ്ക് നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമുക്ക് നൽകുന്നുണ്ട്. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മെ നേർവഴിയിലൂടെ നയിക്കാൻ വേണ്ടി, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ കാണുവാൻ വേണ്ടി ദൈവം ഈ സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നു. ഉത്ഥാനത്തിൻ്റെ മഹത്വം നമുക്കും സ്വന്തമാക്കണമെങ്കിൽ പീഡകളിലൂടെ കടന്നു പോകുന്ന അനുഭവം നമുക്കുമുണ്ടാകും. നമ്മൾ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് കഷായം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. കുഞ്ഞുങ്ങളെ മടിയിൽ പിടിച്ച് കിടത്തി അവരെ കൈകളും കാലുകളുമെല്ലാം പിടിച്ചു നിർത്തി അവരെ വായിലേക്ക് നിർബന്ധപൂർവം കഷായം ഒഴിക്കുമ്പോൾ അമ്മയുടെ മനസ്സിൽ വലിയ വേദനയുണ്ട്. ഈ കുഞ്ഞിന് ഇത് കൊടുത്താൽ ഈ കുഞ്ഞിൻ്റെ രോഗം മാറുമെങ്കിലും അവന് വലിയ കയ്പിൻ്റെ അനുഭവം ഉണ്ടാകുമല്ലോ എന്ന വേദന. പക്ഷേ അമ്മമാരെ അവൻ്റെ നന്മ ആഗ്രഹിക്കുന്നത് കൊണ്ട്, അവന് സൗഖ്യമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അമ്മമാരെ കഷായം കൊടുക്കാനായിട്ട് നിർബന്ധിതരാകുന്നു. കഷായമെല്ലാം ഒരുക്കി വയ്ക്കുമ്പോൾ അമ്മ കുഞ്ഞ് കാണാതെ ഒരു സാധനം കൂടി ഒരുക്കി വയ്ക്കാറുണ്ട്, ഒരു കഷണം ശർക്കര. കുഞ്ഞ് കഷായം കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വായിലേക്ക് ഈ ശർക്കര കഷ്ണം ഇട്ടുകൊടുക്കുമ്പോൾ കുഞ്ഞിന് വലിയ സന്തോഷമാകും. കുഞ്ഞ് തുള്ളിച്ചാടി ശർക്കരയും തിന്ന് പോകും. ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ പെരുമാറുന്നു. നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങൾ, വേദനയുടെ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവങ്ങൾക്ക് ശേഷം നമുക്കൊരു മഹത്വത്തിൻ്റെ അനുഭവം തരാനായിട്ട് കർത്താവ് കാത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞത്: വെളിപ്പെടുവാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണ്. നമ്മുടെ ജീവിതത്തിലെല്ലാം വെളിപ്പെടുവാനിരിക്കുന്ന ഒരു വലിയ മഹത്വത്തിൻ്റെ അനുഭവമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ആ മഹത്വത്തിൻ്റെ അനുഭവം സ്വന്തമാക്കണമെങ്കിൽ നമ്മൾ പീഡകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു. എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയെ നിങ്ങളുടെ മുന്നിൽ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അവൾ കഴിഞ്ഞ 33 വർഷമായി ശരീരം തളർന്ന് കിടപ്പിലാണ്. ഒരു മാസികയ്ക്ക് വേണ്ടി അവളെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ അവളുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്നു. അവളുടെ ശരീരത്തിൽ ആകെ ഇളകുന്ന 2 അവയവങ്ങളേ ഉള്ളൂ. ഒന്ന് കണ്ണുകളും മറ്റൊന്ന് അവളുടെ നാവും. എല്ലാത്തിനും പരസഹായം വേണം. തല ഒന്ന് ചെരിച്ച് കിടക്കാനായിട്ട് പോലും പരസഹായം വേണം. 33 വർഷങ്ങളായി അവൾ ഈ അവസ്ഥയിൽ കിടക്കുന്നു. പക്ഷേ ഞാൻ അവളുടെ മുഖത്തേക്ക് നോക്കി, അവർണ്ണനീയമായ സന്തോഷം അവൾ അനുഭവിക്കുന്നു. ഞാൻ അവളുമായി കുറേ സമയം സംസാരിച്ചു. മാസികയ്ക്ക് വേണ്ടതായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവസാനം എനിക്കൊരു കുസൃതി ചോദ്യം അവളോട് ചോദിക്കണമെന്ന് തോന്നി. അതിങ്ങനെയായിരുന്നു:
എപ്പോഴെങ്കിലും കർത്താവിനോട് നിനക്ക് പരാതി തോന്നിയിട്ടുണ്ടോ? ഈ അവസ്ഥയിൽ ദൈവം ഈ അവസ്ഥയിൽ നിന്നെ കിടത്തിയതിനെക്കുറിച്ച് നീ എപ്പോഴെങ്കിലും കർത്താവിനോട് പരാതി പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ അവൾ പറഞ്ഞൊരു കാര്യം എന്നെ ഞെട്ടിപ്പിച്ച് കളഞ്ഞു. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ കർത്താവ് എനിക്ക് തന്ന സമ്മാനമാണ് ഈ വേദന. എന്തു വേദനയാണ്? 33 വർഷമായിട്ട് പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാതെ ശരീരത്തിൽ എലി കടിച്ചാൽ പോലും തിരിച്ചറിയാത്ത രീതിയിൽ ഒരു വേദനയും അറിയാതെ തളർന്നു കിടക്കുന്ന അവസ്ഥ. പക്ഷേ അവളൊന്ന് പറഞ്ഞു: എന്നെ കാണാനായിട്ട് അനേകർ കടന്നു വരുന്നു. എൻ്റെ അരികത്തേക്ക് കടന്നു വരുന്ന അനേകർക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം സംഭവിക്കുന്നു. ഞാൻ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഇടപെടുന്നു. ഈശോയും മാതാവും എപ്പോഴും എൻ്റെ കൂടെ ഉള്ളതായിട്ട് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ വലിയ സന്തോഷത്തിലാണ്. എന്നെ ഈശോ ഇങ്ങനെ കിടത്തിയില്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ ആത്മീയ സന്തോഷം അനുഭവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ലജ്ജിച്ച് തല താഴ്ത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സഹനങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങളുടെ മധ്യത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് സാധിക്കാതെ നമ്മൾ പലപ്പോഴും തളർന്നു പോകുന്നു. ദൈവം നമ്മെ ഉയർത്തുന്നതിൻ്റെ ആദ്യപടിയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങൾ എന്ന് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു. കർത്താവിൻ്റെ അടുക്കലേക്ക് ശിഷ്യന്മാർ ഒരു അന്ധനായ മനുഷ്യനെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ കർത്താവിൻ്റെ അടുക്കൽ അവനെ കൊണ്ടുവന്ന് ശിഷ്യന്മാർ ഇപ്രകാരം ചോദിക്കുന്നു: കർത്താവേ, ഇവൻ ആരുടെ പാപം നിമിത്തമാണ് അന്ധനായി തീർന്നത്? ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമാണോ? എന്നാൽ കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കന്മാരുടെയോ പാപനിമിത്തമല്ല, മറിച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അവനിൽ പ്രകടമാകേണ്ടതിനാണ്. ഇന്ന് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതിന് വേണ്ടി ഒരുപക്ഷെ ദൈവവും നമ്മെ സഹനത്തിൻ്റെ പാതയിലൂടെ കൊണ്ടുപോകുന്നു. വേദനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നു. ആ നിമിഷങ്ങൾക്കെല്ലാം അവസാനം ദൈവത്തിൻ്റെ അത്ഭുതകരമായ പരിപാലനയും അത്ഭുതകരമായ ഇടപെടലും നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ടാണ് കർത്താവ് ഇപ്രകാരം പറഞ്ഞത്: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിറകിൽ നിന്ന് ഒരു സ്വരം കേൾക്കും: ഇതാണ് വഴി, ഇതിലെ പോവുക. ഓരോ സഹനത്തിനെയും പിറകെ കർത്താവിനെ ദർശിക്കുവാനായിട്ടുള്ള, കർത്താവിനെ കണ്ടുമുട്ടാനായിട്ടുള്ള, കർത്താവിൻ്റെ വഴിയിലൂടെ ചരിക്കുവാനായിട്ടുള്ള വലിയ പ്രചോദനം കർത്താവ് നമുക്ക് നൽകുന്നു. സഹനത്തിൻ്റെ തീരാവേദനകളുടെ മധ്യത്തിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ മഹത്വം പ്രഖ്യാപിക്കുമ്പോഴാണ് ഇതുപോലുള്ള അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നത്. നമുക്കറിയാമല്ലോ, ഒരു പട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദുഷ്ടമൃഗങ്ങളോ നമ്മളെ ഓടിച്ചാൽ നമ്മൾ വളരെ ശക്തമായ വേഗതയിൽ നമ്മൾ ഓടാൻ തുടങ്ങും. പക്ഷേ കുറേ ദൂരം ഓടിക്കഴിയുമ്പോൾ നമ്മുടെ ശരീരം നമ്മളറിയാതെ തന്നെ കിതയ്ക്കാനായിട്ട് തയ്യാറാകും. എന്തുകൊണ്ടാണ് നമ്മൾ കിതയ്ക്കുന്നത്? കിതയ്ക്കുന്ന സമയത്താണ് നമ്മുടെ ശ്വാസകോശങ്ങളിലേക്ക് ഓക്സിജൻ കൂടുതലായിട്ട് കടന്നു വരുന്നത്. ഓക്സിജൻ സംഭരിച്ച് വീണ്ടും ഒരു കുതിപ്പിന് നമ്മുടെ ശരീരത്തെ തയ്യാറാക്കുന്ന പ്രവൃത്തി അവിടെ നടക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഓരോ കുതിപ്പിനും ശേഷം ഓരോ കിതപ്പുണ്ട്. ഓരോ കിതപ്പിനും ശേഷം ഓരോ കുതിപ്പുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ കിതപ്പിനും ശേഷം കർത്താവ് കുതിക്കുവാനായിട്ടുള്ള ഒരു കൃപ നമുക്ക് നൽകുന്നു. കർത്താവ് നമ്മെ ഉയർത്തുന്നതിൻ്റെ അടയാളമാണ് നമ്മുടെ ജീവിതത്തിലെ ഓരോ വേദനയും. കർത്താവ് വിജയശ്രീലാളിതനായി പീഡാസഹനങ്ങൾക്ക് ശേഷം 3-ാം ദിവസം ഉത്ഥാനം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിലും ഒരു നവോത്ഥാനം സംഭവിക്കണമെങ്കിൽ നമ്മളും കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവിൻ്റെ പീഡാസഹനത്തിൽ പങ്കുചേർന്ന് നമ്മളും ഈ പീഡകളെ സമാധാനത്തോടും സംതൃപ്തിയോടും ദൈവാശ്രയ ബോധത്തോടും കൂടെ ഉൾക്കൊള്ളണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നു. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത് എന്താണ്? നമ്മുടെ പീഡകളുടെ മധ്യത്തിൽ നമ്മൾ കർത്താവിനെതിരായി പിറുപിറുക്കുകയും കർത്താവിൽ നിന്ന് കൂടുതൽ അകന്നു പോകുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നു. യേശുവിൻ്റെ സ്നേഹിതനായ ലാസർ
രോഗബാധിതനായി എന്ന് കേട്ടപ്പോൾ മർത്തായും മറിയവും കർത്താവിൻ്റെ അടുക്കിലേക്ക് ആളയച്ചു. കർത്താവെ, നീ വന്നാലും നീ സ്നേഹിക്കുന്ന ലാസർ ഇതാ രോഗബാധിതനായിരിക്കുന്നു. എന്നാൽ കർത്താവ് അവരോട് പറഞ്ഞത് എന്താണെന്ന് നമുക്കറിയാം. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ പ്രകടമാകേണ്ടതിനാണ്. എന്നാൽ യേശു ബഥാനിയയിലേക്ക് ലാസറിൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് ലാസർ മരിച്ച് 4 ദിവസങ്ങൾ പിന്നിട്ടപ്പോഴാണ്. ലാസറിനെ സംസ്കരിച്ച് 4 ദിവസം കഴിഞ്ഞു. ദുർഗന്ധം വമിക്കുന്ന ആ കല്ലറയുടെ അരികത്ത് കർത്താവ് കടന്നു വന്നു. കർത്താവിൻ്റെ അടുക്കൽ മർത്തായും മറിയവും പരാതി പറയുന്നുണ്ട്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷേ എന്താണ് സംഭവിച്ചത്? കർത്താവ് മർത്തായോട് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവമഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞില്ലേ? അവൾ വിശ്വസിച്ചു. കർത്താവ് ലാസറിനെ ശവകുടീരത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. മരിച്ച് 4 ദിവസം പിന്നിട്ട ലാസറിനെ ഉയർപ്പിക്കുവാൻ ദൈവത്തിന് സാധിച്ചുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൻ്റെ പരിപരുത്ത വേദനിക്കുന്ന അനുഭവങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിച്ചുകൊണ്ട് തൻ്റെ ദൈവമഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മുടെ കർത്താവിന് സാധിക്കുകയില്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും വിശ്വസിക്കുന്നില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ആ ഒരു സമയത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ഒരു ഉയർപ്പിൻ്റെ അനുഭവത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും ആഗ്രഹിക്കാം. ഇതാ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് കാത്തിരിക്കുന്നു. നമ്മുടെ സഹനങ്ങളിൽ നമ്മോടൊത്ത് പരിതപിക്കുന്ന കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മനഃപൂർവ്വം നമ്മെ ദ്രോഹിക്കുകയോ പീഡിപ്പിക്കുകയോ ചെയ്യാത്ത ദൈവം, നമ്മോട് അചഞ്ചലമായ വിശ്വസ്തതയും അചഞ്ചലമായ സ്നേഹവും പ്രകടിപ്പിക്കുന്ന ദൈവം ഈ സമയം നമ്മുടെ കൂടെ കടന്നു വരികയാണ്. നമ്മുടെ ജീവിതത്തിൽ സമ്പൂർണ്ണമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നുവെന്ന് കരുതുന്ന നിമിഷങ്ങളിൽ ഇതാ ദൈവം നമ്മുടെ തൊട്ടരികത്ത് നിന്ന് നമ്മുടെ കരം പിടിക്കുന്നു. നമ്മെ സഹായിക്കുവാനായിട്ട് അവിടുന്ന് കടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാനായിട്ട് അവിടുന്ന് കടന്നു വരുന്നു. കാരണം കർത്താവ് ഒരു വിധത്തിലും നമ്മുടെ കൈ വിടുന്നില്ല. കർത്താവ് ഒരു വിധത്തിലും നമ്മെ ഉപേക്ഷിക്കുന്നില്ല. കർത്താവ് ചിലപ്പോഴെല്ലാം നമ്മുടെ കൈ വിടുന്നുവെന്ന് നമുക്ക് തോന്നിയേക്കാം. എന്നാൽ അവിടുന്ന് നമ്മുടെ കരം പിടിക്കുന്നവനാണ്. അവിടുന്ന് നമ്മുടെ കരം പിടിക്കുന്നവനാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായം 13-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ കരം പിടിച്ചിരിക്കുന്നു, നീ ഭയപ്പെടേണ്ട. നിന്റെ കർത്താവും ദൈവവുമായി ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ഈ സഹനത്തിൻ്റെ വേദനയുടെ നിമിഷങ്ങളിൽ നമ്മെ ദൈവമഹത്വത്തിൻ്റെ അനുഭവത്തിലേക്ക്, ഉയർപ്പിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുകയാണ്. ഞാനും എൻ്റെ മകനും കൂടി സ്കൂളിലേക്ക് അവനെ കൊണ്ടുപോകാനായിട്ട് റോഡിൻ്റെ വക്കത്തുകൂടെ കടന്നു പോകുമ്പോൾ പലപ്പോഴും റോഡിൻ്റെ നടപ്പാതയിൽ നിന്ന് അവൻ റോഡിലേക്ക് കയറി നടക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ആ സമയത്തൊക്കെ ഞാൻ അവൻ്റെ കരം പിടിച്ചാണ് പോകുന്നത്. പക്ഷേ അവൻ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാനൊരു കാര്യം ചെയ്യാറുണ്ട്, അവൻ്റെ കൈ ഒന്നുകൂടി മുറുക്കി പിടിക്കാറുണ്ട്. മുറുക്കി പിടിക്കുമ്പോൾ വേദന കൊണ്ട് അവൻ കൈ കുടയാറുണ്ട്. അവൻ കൈ കുടയുമ്പോൾ ഞാൻ ഒന്നുകൂടി മുറുക്കി പിടിക്കാറുണ്ട്. നമ്മുടെ ദൈവവും നമ്മോട് ഇങ്ങനെയല്ലേ പെരുമാറുന്നത്? നമ്മുടെ കരം പിടിച്ചുകൊണ്ട് ദൈവം നടക്കുകയാണ്. ദൈവം കരം പിടിച്ചുകൊണ്ട് നടക്കുമ്പോൾ നമ്മൾ അപകടത്തിലേക്ക് പോകുന്നുവെന്ന് കാണുന്ന ആ നിമിഷങ്ങളിൽ ദൈവം ഒരിക്കൽ കൂടി നമ്മുടെ കരം മുറുക്കി പിടിക്കുന്നു. ഒന്നുകൂടി മുറുക്കി പിടിക്കുന്നതാണ് ദൈവം നമുക്ക് നൽകുന്ന സഹനങ്ങൾ. ഈ മുറുക്കി പിടിക്കുന്ന സമയത്ത് നമ്മൾ അസ്വസ്ഥരായി നമ്മുടെ കരം ദൈവത്തിൻ്റെ കരത്തിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? ദൈവം ഒന്നുകൂടി മുറുക്കി പിടിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ശൈലി അങ്ങനെയാണ്. നമ്മുടെ കരം പിടിക്കുന്ന കർത്താവ് ഈ സഹനം നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചുകൊണ്ട് ഞാൻ നിൻ്റെ കരം പിടിക്കുന്ന ദൈവമാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുവാനായിട്ട് പരിശ്രമിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തകർച്ചകളുടെയും എല്ലാ വേദനകളുടെയും മധ്യത്തിൽ നമ്മൾ തിരിച്ചറിയണം, കർത്താവ് നമ്മുടെ കരം പിടിച്ചിരിക്കുന്നു. അവിടുന്ന് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ കരം പിടിക്കുന്നത് കൊണ്ട് നമ്മെ സഹായിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ ശക്തിയിൽ നമുക്ക് ആശ്രയിക്കാം, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആശ്രയിക്കാം. അവിടുന്ന് ഒരു വിധത്തിലും നമ്മെ തള്ളിക്കളയുന്നില്ല. അവിടുന്ന് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എന്ന തിരിച്ചറിവോടെ, അവിടുന്ന് നമ്മെ ഉയർത്തുവാൻ ശ്രമിക്കുന്നുവെന്ന തിരിച്ചറിവോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ചിന്തകളെയും നമുക്ക് ഉയർത്താം. നമുക്ക് പ്രാർത്ഥിക്കാം.
കാരുണ്യവാനായ ഈശോയെ, ഈ സമയം ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി അങ്ങ് ഇടപെടണമേ. ഞങ്ങളെ ഉയർത്തുവാനും വളർത്തുവാനും അങ്ങ് ഞങ്ങൾക്ക് അനുവദിക്കുന്ന എല്ലാ സഹനങ്ങളെയും സന്തോഷത്തോടെ സ്വീകരിക്കുവാനുള്ള വലിയ കൃപയും അഭിഷേകവും അങ്ങ് നൽകണമേ. ഞങ്ങളുടെ എല്ലാ കുരിശുകളെയും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.